ഓക്കെ സ്റ്റുഡൻസ്, ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അതായത് ചാർജ് കാരിയേഴ്സിൻ്റെ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അതിന് മുന്നേ കഴിഞ്ഞ വീഡിയോ ലെക്ചറിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഹോൾ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റായിരുന്നു. ഹോൾ എഫക്റ്റിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമുക്കതിൻ്റെ അതായത് ഒരു സെമി കണ്ടക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ആ സെമി കണ്ടക്ടറിൻ്റെ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെയും അതുപോലെ തന്നെ മെജോറിറ്റി കാരിയേഴ്സിൻ്റെയും കോൺസെൻട്രേഷൻ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ അതുപോലെ തന്നെ ഹോൾ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സെമി കണ്ടക്ടർ, നമ്മുടെ കയ്യിലുള്ള സെമി കണ്ടക്ടർ, അൺനോൺ സെമി കണ്ടക്ടർ ഏതാണ്, പി ടൈപ്പ് ആണോ എൻ ടൈപ്പ് ആണോ എന്നുള്ളതും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഹോൾ എഫക്റ്റിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഡിഫ്യൂഷൻ ഓഫ് ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഓക്കെ, സോ ചാർജ് കാരിയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറഞ്ഞ സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഡ്രിഫ്റ്റും അതുപോലെ തന്നെ ഡിഫ്യൂഷനും കാരിയർ ട്രാൻസ്പോർട്ട് കോസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സെമി കണ്ടക്ടറിന് അക്രോസ് ആയിട്ടൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ കാരിയേഴ്സിൻ്റെ സിക്സാങ് മൂവ്മെൻറ്റ് കാരണം ഉണ്ടാകുന്നതാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞു. കാരിയേഴ്സ് സിക്സാങ്ലി മൂവ് ചെയ്യും എന്ന് പറഞ്ഞു, അതിനെയാണ് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞത്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്, അതായത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള ചാർജ് കാരിയേഴ്സിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ആക്ച്വലി ഡിഫ്യൂഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. വെൻ എക്സസ് കാരിയേഴ്സ് ആർ ജനറേറ്റഡ് non-uniformly in a semiconductor, the carrier concentrations vary with the positions in the sample. Thus, charge carriers will move from regions of higher concentration to lower concentration. This type of motion is known as diffusion. Okay, so സിമ്പിളായിട്ട് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കാം. അതായത് t=0 ആവുന്ന സമയത്തെ കോൺസെൻട്രേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ദെൻ ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ കോൺസെൻട്രേഷൻ ലെവൽ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് t=0 ഈ ഒരു രീതിയിലുള്ള കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഹയർ കോൺസെൻട്രേഷൻ റീജിയണിൽ നിന്നും ലോവർ കോൺസെൻട്രേഷൻ റീജിയണിലേക്ക് ചാർജ് കാരിയേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ഒരു മൂവ്മെൻ്റാണ് ആക്ച്വലി, അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിനെയാണ് ഡിഫ്യൂഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു കണ്ടീഷനിൽ നിന്നും നമ്മൾ ചെറിയ ചെറിയ സെഗ്മെൻറ്റ്സ് ആക്കി നമ്മൾ ഈ ഒരു പോർഷനെ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. n(x) വേഴ്സസ് എക്സ് ആക്സിസ് അലോങ് എക്സ് ആക്സിസ്. n(x) എന്ന് പറയുന്നത് കാരിയർ കോൺസെൻട്രേഷൻ ആണ്. ഇതെന്ന് പറയുന്നത് എക്സ് ആക്സിസ് അലോങ് എക്സ് ആക്സിസിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റുകൾ, ഇതിനെ നമുക്ക് ഓരോ സെഗ്മെൻറ്റുകൾ എന്ന് പറയാം. ഇതിനെ സെഗ്മെൻറ്റ് നമ്പർ 1 n1 എന്നും ഇതിനെ സെക്കൻഡ് സെഗ്മെൻറ്റ് എന്നും പറയാം. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് L ബാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ദെൻ ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ ഡിഫ്യൂഷൻ ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, n1 എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ സെഗ്മെൻറ്റ് 1, n2 എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ സെഗ്മെൻറ്റ് 2. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടോട്ടൽ ഇലക്ട്രോൺസ് ഇൻ സെഗ്മെൻറ്റ് 1 എന്ന് പറയുന്നത് n1 ഇൻറ്റു L ബാർ A ആയിരിക്കും. L എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്തും A എന്ന് പറയുന്നത് അതിൻ്റെ ഏരിയ ആയിരിക്കും, അതായത് സെഗ്മെൻറ്റ് 1ൻ്റെ ഏരിയ ആയിരിക്കും. ദെൻ സിമിലർലി ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ സെഗ്മെൻറ്റ് 2 എന്ന് പറയുന്നത് n2 ഇൻറ്റു L ബാർ ഇൻറ്റു A ആയിരിക്കും. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ടൈം T ബാർ, ദെൻ half of the electrons move from segment 1 to 2 and that electron crossing from segment 2 to segment 1. ഓക്കെ, അതായത് ഒരു പെർട്ടിക്കുലർ ടൈം നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ടൈമിൻ്റെ ഹാഫ് പോർഷനിൽ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് അല്ലെങ്കിൽ കാരിയേഴ്സ് എന്ന് പറയുന്നത് സെഗ്മെൻറ്റ് 1ൽ നിന്നും സെഗ്മെൻറ്റ് 2ലേക്ക് മൂവ് ചെയ്യും. അതായത് അവിടെ ഡിഫ്യൂഷൻ ഹാപ്പൻ ചെയ്യുമെന്നാണ് പറയുന്നത്. സോ നമുക്കതിനെ എങ്ങനെ എഴുതാം? മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു n1 L ബാർ A മൈനസ് n2 L ബാർ A എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. ഓക്കെ, അതായത് കാരിയർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് φn(x) ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു n1 L ബാർ A മൈനസ് n2 L ബാർ A ഡിവൈഡഡ് ബൈ A ടി ബാർ എന്ന് എഴുതാം. അതായത് പെർട്ടിക്കുലർ ഏരിയയിൽ വിത്ത് പെർട്ടിക്കുലർ ടൈം കൺസിഡർ ചെയ്യുന്ന സമയത്തുള്ള കാരിയർ മൂവ്മെൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എയും എയും ക്യാൻസൽ ചെയ്ത് പോകും. സോ
ഫൈനൽ റിലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു എൻ എൽ ബാർ മൈനസ് എൻ ടു എൽ ബാർ ഡിവൈഡഡ് ബൈ ടി ബാർ എന്ന് കിട്ടും. ഓക്കെ, നെയിം ദിസ് എക്സ്പ്രഷൻ ആസ് 1. ഓക്കെ, ഇനി നമ്മളൊരു ഡിഫറൻഷ്യൽ ലെങ്ത്ത് മാത്രം കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ആ കാരിയർ മൂവ്മെൻറ്റിൻ്റെ ഇടയിലുള്ള ഡിഫറൻഷ്യൽ ലെങ്ത്ത് മാത്രം കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ n1 മൈനസ് n2 എന്ന് പറയുന്നത് എന്തായിരിക്കും? n ഓഫ് എക്സ് മൈനസ് n ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ആയിരിക്കും. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് കാരിയർ മൂവ് ചെയ്ത ആ ഒരു ഡിഫറൻഷ്യൽ ലെങ്ത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ? എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് എഴുതാം. അതൊരു മാത്തമാറ്റിക്കൽ റിലേഷനാണ്. സോ ആ ഒരു ഫോർമാറ്റിലാണ് ഈ എക്സ്പ്രഷൻ എഴുതിയിരിക്കുന്നത്. സോ n1 മൈനസ് n2, അതായത് സെഗ്മെൻറ്റ് 1 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മൈനസ് സെഗ്മെൻറ്റ് 2 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്നുള്ളതിനെ എനിക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്ത് എഴുതാം? ആ ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ ആക്കി ഇതിനെ മാറ്റി എഴുതാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് എൻ ഓഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, നെയിം ദിസ് എക്സ്പ്രഷൻ ആസ് 2. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എക്സ്പ്രഷനെ ഫസ്റ്റ് എക്സ്പ്രഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, സോ ഫൈ എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ ബാർ ബൈ 2 ടോ ഡിവൈഡഡ് ബൈ ഓർ ടി ബാർ ഇൻറ്റു എന്ത് വരും? n1 മൈനസ് n2നെ എന്ത് റീപ്ലേസ് ചെയ്യാം? മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ എൽ ബാർ ഡിവൈഡഡ് ബൈ 2 ഡി ബാർ എന്ന് പറയുന്ന റിലേഷനെ ഡി എൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഡി എൻ എന്ന് പറയുന്നത് ആക്ച്വലി ഡിഫ്യൂഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഡി എൻ എന്ന് പറയുന്നത് ആക്ച്വലി ഡിഫ്യൂഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ ഫൈനലി നമ്മുടെ റിലേഷൻ എങ്ങനെ മാറി? ഫൈ എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി എൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡി എൻ ഓഫ് എക്സ് എന്ന് വന്നു. ഇത് ഇലക്ട്രോൺസിൻ്റെ കേസിലാണ്. ഇതേപോലെ ഹോൾ കോൺസെൻട്രേഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി പി ബൈ ഡി എക്സ് ഓഫ് പി എക്സ് എന്ന് വന്നു. ഓക്കെ, ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിഫ്യൂഷൻ കാരണം ഉണ്ടാകുന്ന കറണ്ട് ഡെൻസിറ്റിയാണ്. അതായത് ഇലക്ട്രോൺസിൻ്റെ ഡിഫ്യൂഷൻ കാരണം ഉണ്ടാകുന്ന കറണ്ട് ഡെൻസിറ്റിയാണ് പറയാൻ പോകുന്നത്. അതായത് ജെ എൻ ഡിഫ്യൂഷൻ ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ ഇൻറ്റു ഫൈ എൻ ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു ഡിഫ്യൂഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫൈ എൻ ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം. അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്രഷൻ എങ്ങനെ മാറും? മൈനസ് ക്യൂ ഇൻറ്റു മൈനസ് ഡി എൻ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എൻ ഓഫ് എക്സ് എന്ന് വരും. ഓക്കെ, മൈനസ് മൈനസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ആവും. ഫൈനൽ എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ഇതെന്ന് പറയുന്നത് കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു ഡിഫ്യൂഷൻ ആണ്. അതായത് ഇവിടെ ഇലക്ട്രോൺസിൻ്റെ കേസാണ് പറയുന്നത്. സിമിലർലി ഹോൾസിൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ വിച്ച് വിൽ ബി ജെ പി ഓഫ് എക്സ് ഇൻറ്റു ജെ പി ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എന്ത് വരും? മൈനസ് ക്യൂ ഇൻറ്റു ഡി പി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് പി എക്സ് എന്ന് വരും. ഓക്കെ, ഇവിടെ ഇലക്ട്രോൺസിൻ്റെ കേസിൽ ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് മൈനസ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. ഹോൾസിൻ്റെ കേസിൽ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഒരു മൈനസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ മൈനസ് എന്ന് പറയുന്നത് ഈ മൈനസ് ഡി പി എന്ന് പറയുന്ന ഈ ഒരു ടേമിലുള്ള മൈനസ് ആണ്. ക്യൂ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. സോ അതുകൊണ്ടാണ് ജെ പി ഡിഫ്യൂഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മൈനസ് ടേം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ ടോട്ടൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ജെ എൻ ഡിഫ്യൂഷൻ പ്ലസ് ജെ പി ഡിഫ്യൂഷൻ ആയിരിക്കും. സോ ഈ രണ്ട് ടേംസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു ഡിഫ്യൂഷൻ കിട്ടും. ഓക്കെ, ദെൻ ടോട്ടൽ കറണ്ട്, അതായത് ഡിഫ്യൂഷൻ കാരിയേഴ്സിൻ്റെ കേസിലുള്ള ഡിഫ്യൂഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു കറണ്ടും അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് കാരണം ഉണ്ടാകുന്ന ഒരു കറണ്ടും. ഓക്കെ, സോ ആ രണ്ട് ടോട്ടൽ കറണ്ടുകളെ തമ്മിൽ ആഡ് ചെയ്യാൻ പോവാണ്. സോ ജെ ഡിഫ്യൂഷൻ പ്ലസ് ജെ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡ്രിഫ്റ്റ് കറണ്ടിൻ്റെയും അതുപോലെ തന്നെ ഡിഫ്യൂഷൻ കറണ്ടിൻ്റെയും സമ്മായിരിക്കും. അതായത് ആ കറണ്ട് ഡെൻസിറ്റീൻ്റെ ടേംസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് വിൽ ബി സം ഓഫ് ജെ ഡ്രിഫ്റ്റ് പ്ലസ് ജെ ഡിഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം ഡിഫ്യൂഷൻ എക്സാമിന് ഡെറൈവ് ചെയ്യാൻ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇനീഷ്യലി എന്താണ് ഡിഫ്യൂഷൻ എന്ന് ഡിഫൈൻ ചെയ്യുക, അതിനുശേഷം ആ ഫിഗർ ഒന്ന് പ്ലോട്ട് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ഡെറൈവ് ചെയ്തെടുക്കുക. ഫൈനലി ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞ് ഡിഫ്യൂഷൻ്റെയും ഡ്രിഫ്റ്റിൻ്റെയും എക്സ്പ്രഷൻ എഴുതുക. ഓക്കെ, ഇത്രയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. താങ്ക് യു.